ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷവായ നമുക്ക് വീട്ടിൽ തന്നെ കുക്കറിലൊന്ന് തയ്യാറാക്കി എടുത്താലോ? സിമ്പിളാണ്. വെറും ഷവായ അല്ല, മസാല ഷവായാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇനി ഷവായ കഴിക്കാൻ ആഗ്രഹം വരുമ്പോൾ നമ്മൾ പുറത്തൊന്നും പോകണ്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് പിരിയ മുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് എന്നൊക്കെയാണ് ഇതിന് പറയുക, അതൊന്നും എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ വിനേഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സുർക്ക. അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് നിന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഞാനിതൊരു മുഴുവൻ ചിക്കൻ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് വരഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അടുപ്പിച്ചിട്ട് തന്നെ ഞാനൊന്ന് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേ ഒരു ജാറിലേക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് ഇതേ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് തോനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിനി 2 തക്കാളി ഞാനിത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതിന് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ മാറ്റി വെച്ച ആ ഒരു മുളകിൻ്റെ ഒരു മിക്സില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം മതിയായിരിക്കും കേട്ടോ. നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ മിക്സ് ചെയ്യാനുള്ള രീതിയിലുള്ള വലുപ്പത്തിലുള്ള പാനിലേക്ക് നിങ്ങൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് വരഞ്ഞ് വെച്ച ആ ഒരു ചിക്കനില്ലേ, അതിൻ്റെ കഴുത്തൊന്നും ഇതിലേക്ക് കൊള്ളുന്നില്ല കേട്ടോ. അത്ര വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് മസാല നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കയ്യൊക്കെ അത്യാവശ്യം എരിയും, അപ്പോൾ എരിയാത്ത കൈ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് ഒരു 3-4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ഇത് നല്ല വലിയൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ബാക്കി വന്ന നമ്മുടെ മസാല അല്ലേ, ബാക്കി വന്ന മസാല അല്ല, അതിൻ്റെ മസാല തന്നെ കേട്ടോ. അത് ഇതേപോലെ കിട്ടും നമുക്ക്. അത് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വിസിലൊളിപ്പിക്കാം. ബാക്കി 3 നമുക്ക് സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ഇത് വിസിലൊളിപ്പിക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 4 വിസിലാണ് ഇതിൽ വേണ്ടത്. നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ആ കുക്ക് ചെയ്ത് ആ ഒരു ചിക്കനിൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ സ്ലിം ഫ്ലെയിമിലുമാണ് വേണ്ടത് കേട്ടോ. ഫ്ലെയിമൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഞാനിത് അതിൻ്റെ ബാക്കി വന്ന മസാല അല്ലേ, അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. നല്ല ഗ്രേവി പരുവത്തിൽ കിട്ടണേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് അത് ഗ്രേവി പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ്. വീട്ടിൽ തന്നെ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പുറത്തൊന്നും പോയി കഴിക്കേണ്ടാന്ന്, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിക്കൂടെ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് പൊളിയായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.